ഒരു അലട്ടലും ഇല്ല. ഞങ്ങള് പ്രഖ്യാപിച്ച പല കാര്യങ്ങളും ചെയ്ത്, ഒന്ന് രാഹുൽ ഗാന്ധി ഇടപെട്ട് കർണാടക ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ച 100 വീടുകളുടെ പണം കൈമാറി. ഒന്ന്, ലീഗ് പ്രഖ്യാപിച്ച 100 വീടുകളുടെ സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. അപ്പൊ എത്രയും 200 വീടായി, ആകെ 400 വീടേ ഉള്ളൂ. ഇനി ഞങ്ങളുടെ സ്ഥലം കിട്ടാൻ അടുത്ത ആഴ്ച ഞങ്ങളുടെ രജിസ്ട്രേഷനാണ് സ്ഥലത്തിന്റെ. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ 10 ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും. അപ്പൊ 300 വീടാവും. അപ്പൊ ആകെ 400 വീടേ നിർമ്മിക്കേണ്ടേ ഉള്ളൂ. അപ്പൊ 300 വീട് നിർമ്മിക്കുന്നത് UDF-ആയിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ സർക്കാർ ബാങ്കിലിട്ടിരിക്കുന്ന 742 കോടി രൂപ ഇപ്പോഴും ചികിത്സാ ചെലവ് കൊടുക്കുന്നില്ല, അവിടെ ഇപ്പോഴും റെന്റ് കൊടുക്കുന്നില്ല പലർക്കും. അപ്പൊ ആ കാശ് അവിടെ ഇട്ടിട്ട് സർക്കാർ എന്ത് ചെയ്യുക? അതാണ് ചോദ്യം. ഞങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ 300 വീട് അവിടെ വരും. ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ കാര്യം പറയും. യൂത്ത് കോൺഗ്രസ് കളക്ട് ചെയ്ത 1,05,00,000 രൂപ അത് KPCCക്ക് കൈമാറും അടുത്ത ദിവസം. ഇതെല്ലാം ക്ലിയറാണ്. അല്ല, അത് ഞാൻ ചോട്ടെ, സർക്കാർ ഒരു കൊല്ലം എടുത്തു ഭൂമി കണ്ടെത്താൻ വേണ്ടിയിട്ട്. സർക്കാർ ഞങ്ങൾക്ക് ആ ഭൂമി തരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഭൂമി നോക്കി തുടങ്ങിയത്. 3 മാസമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് സർക്കാർ ഒരു കൊല്ലം വൈകിയത്? വയനാട്ടിലെ പല ഭൂമി നിയമപ്രശ്നങ്ങളിൽ കുരുങ്ങിക്കിടക്കുക. നിയമപരമായ പരിശോധന പൂർണ്ണമായി നടത്താതെ ഒരു ഭൂമി എടുക്കാൻ പറ്റില്ല. സർക്കാർ ഒരു കൊല്ലം താമസിച്ചപ്പോൾ ഞങ്ങൾക്ക് 3 മാസം താമസിക്കാൻ പാടില്ല ഭൂമി എടുക്കാൻ. എന്നിട്ട് വ്യാപകമായി ഇതിൽ പ്രചരണമാണ്, ഞാൻ തട്ടിയെടുത്തു പൈസ.